പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ചെമ്മീൻകുത്ത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് കനാൽ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ യോഗം ആം ആദ്മി പാർട്ടി സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ പുതിയ അംഗങ്ങൾക്ക് മെമ്പർഷിപ്പും നൽകി. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ചെമ്മീൻകുത്ത് പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്ട് കനാൽ ബണ്ട് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും സമ്മേളനവും നടത്തി. പ്രതിഷേധ യോഗം AAP സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ആ കനാലിലെ ജലം മാത്രമല്ല, ആ കനാലിന്റെ ഇരുവശവുമുള്ള റോഡുകൾ കൂടി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കത്തക്ക രീതിയിലേക്കുള്ള സംവിധാനമാണ് അതിൽ ക്രമീകരിച്ചിട്ടുള്ളത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ആ റോഡിന്റെ ശോചനീയാവസ്ഥ, പ്രത്യേകിച്ച് ചെമ്മീൻകുത്ത് മുതൽ അങ്ങ് നാടോടിപ്പാലം വരെയുള്ള പ്രദേശങ്ങൾ വളരെ ദുരിതപൂർണമായ അവസ്ഥയിലേക്ക് കിടക്കുകയാണ്. ഈ ടാറിങ്ങിന്റെ അവസ്ഥ നമുക്കറിയാം. ഒരു ടാറിംഗ് നടത്തിയാൽ കേവലം 1 വർഷം അല്ലെങ്കിൽ 1.5 വർഷം കൂടുമ്പോൾ അത് തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ഇന്നതുള്ളത്. ഈ അവസ്ഥയിൽ അതിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഇത്രയേറെ ആം ആദ്മി പ്രവർത്തകർ ഇവിടെ കടന്നു വന്നിട്ടുള്ളത്. കോതമംഗലം നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരും പിണ്ടിമന ഗ്രാമപഞ്ചായത്തിലെ ആം ആദ്മിയുടെ പ്രവർത്തകരും കടന്നു വന്നിട്ടുള്ള ഈ പ്രതിഷേധ പരിപാടിയിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും സംബന്ധിക്കണമെന്നും ഈ ജനകീയ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിലെത്തിപ്പെട്ട് പരിഹരിക്കപ്പെടുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുവാനുള്ളത്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇന്ന് ഏറെ സന്തോഷമുള്ള ഒരു സുദിനം കൂടിയാണ്. കാരണം ഇന്നലെ കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന 12-ാം തീയതി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൊടുപുഴയിൽ കരിങ്കുന്നത്ത് നെടിയകാടിലെ 7-ാം വാർഡിൽ മത്സരിച്ച ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി അത്യുജ്വലമായ വിജയം കൈവരിച്ച് കേരളത്തിലെ ആം ആദ്മി പാർട്ടിക്ക് അഭിമാനമായി മാറിയിരിക്കുന്ന ഒരു സന്തോഷ വാർത്ത ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിന്റെ ആധികാരികമായ വിഷയങ്ങൾ സംസാരിക്കുവാനും മറ്റ് പലരും ഇവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ പെരിയാർ വാലി ഇറിഗേഷൻ പ്രോജക്റ്റും അതുപോലെ തന്നെ സർക്കാരും പഞ്ചായത്തും എല്ലാം അടിയന്തരമായി ഇടപെടുന്നില്ലെങ്കിൽ ഈ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനും അത് നേടിയെടുക്കുന്നതുവരെ സമരം തുടരുവാനുമാണ് ആം ആദ്മി പാർട്ടി പിണ്ടിമന മണ്ഡലം കമ്മിറ്റിയും കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണമെന്ന് ഈ സമ്മേളനം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. AAP പിണ്ടിമന പഞ്ചായത്ത് പ്രസിഡന്റ് KS ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ചെമ്മീൻകുത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി നാടോടി ജംഗ്ഷനിൽ സമാപിച്ചു. ജിജോ പൌലോസ്, വിജോയ് പുളിക്കൽ, സുരേഷ് കോട്ടപ്പടി, എൽദോ പീറ്റർ, രവി കീരമ്പാറ, ഷോജി കണ്ണമ്പുഴ, കുമാരൻ CK, സജി തോമസ്, MK രഘു എന്നിവർ സംസാരിച്ചു. നല്ലൊരു രാഷ്ട്രീയ സംവിധാനം നാളെ നമുക്ക് ഉണ്ടാക്കാനുള്ള എല്ലാ സഹകരണവും എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നല്ലൊരു ഈ പ്രോഗ്രാം നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ റോഡിന്റെ വിഷയം പെരിയാർ വാലി പോലെ നിങ്ങൾക്ക് നേരത്തെ അറിയാവുന്നതാണ്. കാരണം ഇവിടുത്തെ കീരമ്പാറ കോതമംഗലം റോഡ് എന്തോ ഒരു വിഷയങ്ങൾക്കിടെ ആ റോഡിൽ തന്നെ നമ്മൾ പലവട്ടം സമരങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് രണ്ടാമത് അത് കോൺട്രാക്ടർ മാറ്റി പുതിയ റോഡിന് അനുമതി കിട്ടി. വീണ്ടും ആ പഴയ കോൺട്രാക്ടർ മാറ്റിക്കൊണ്ടാണ് പുതിയ റോഡ് ആയത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പണ്ട് റോഡായാലും വർഷങ്ങൾ ഇതൊക്കെ പെരിയാർ വാലി കാശ് മേടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രയോജനം ജനങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ ആ റോഡുകൾ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ശോചനീയമായി കിടക്കുക എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. രാത്രിയൊക്കെ യാത്ര ചെയ്ത്, പ്രത്യേകിച്ച് ഉൾപ്രദേശമാണ്, ലൈറ്റിന്റെ പ്രശ്നങ്ങൾ പലതുമുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങൾ തീർക്കണമെങ്കിൽ ജനങ്ങൾ ഇത് അറിയിക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും. ഇതറിയാൻ കഴിയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ള വലിയ ഗൗരവമായൊരു ഇതാണ്. അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നമുക്ക് വേണ്ടി ഒരു പ്രയോജനവും അറിഞ്ഞുകൊണ്ട് ചെയ്തു തന്ന ചരിത്രം നമ്മുടെ സമീപകാലത്തൊന്നുമില്ല. എന്നാൽ നമ്മൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെക്കാം. ഈ പല റോഡുകളും ഇപ്പൊ കീരമ്പാറ ഈ റോഡിന് തന്നെ നമ്മൾ 2 വട്ടം കീരമ്പാറ കോതമംഗലം റോഡിന് വേണ്ടി സമരം നടത്തിയതാണ്. വളരെ വലിയ നല്ല രീതിയിൽ അതിൽ ഇടപെട്ടതുമാണ്. അവിടെ ദൂരാവകാശം പോലുള്ള പല കാര്യങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടാണ് ആ റോഡ് രണ്ടാമത് കോൺട്രാക്ടർ മാറ്റി പുതിയ കോൺട്രാക്ടർ കിട്ടിയാണ് ആ റോഡിൽ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതിയിൽ കൊണ്ടുവരാൻ പറ്റിയത്. പാർട്ടിയിലേക്ക് പുതിയതായി കടന്നു വന്നവർക്ക് അംഗത്വം നൽകുകയും കരിങ്കുന്നം ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി അംഗം വിജയിച്ചതിൽ മധുരം വിതരണം ചെയ്യുകയും ചെയ്തു. നിരവധി ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു. സർക്കാർ ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിൽ കരാറ് തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്ര തരും എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർ അവരോട് ഒരു അജണ്ട വെച്ചേക്കാണ്. ഞങ്ങൾക്ക് ലാഭവിഹിതം അല്ലെങ്കിൽ ഇതിന്റെ ലാഭവിഹിതം എത്ര തരും? കോൺട്രാക്ടർമാർ പറയുന്നത് ഇതിനകത്ത് വലിയ
കാര്യമായിട്ട് കിട്ടപ്പോരില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നടത്താൻ പറ്റൂല എന്ന് പറയുകയാണ്. ഈ കോൺട്രാക്ടർമാരുടെ കയ്യിൽ കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഒരു നല്ല ഭാഗം സർക്കാർ ഉദ്യോഗസ്ഥരും MLA-മാരൊക്കെ മേടിച്ചെടുത്ത് കഴിയുമ്പോൾ പിന്നെ വരുന്ന ഈ തളിച്ചുകുളി മാത്രമാണ് ഈ ഇതിലൂടെ ടാറിങ്ങിന്റെ പേരിൽ നടക്കുന്നത്. അത് ജനങ്ങൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുമെന്നുള്ളത് ഇവിടെയുള്ളവർക്കറിയാം. ടാറിങ് കഴിഞ്ഞ ഒരു മാസം കഴിയേണ്ട ടാറിങ് അവിടെ ഇവിടെ പൊളിഞ്ഞു തുടങ്ങും. കാരണം അവരെ കോൺട്രാക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നല്ല നാടൻ ഐറ്റംസ് മുതൽ അറബിക്ക്, ചൈനീസ്, മലായി, സ്പാനിഷ് അങ്ങനെ നമ്മുടെ കൊച്ചിക്കായലിലെ തീരത്ത് നിന്ന് ഇത്രയും വെറൈറ്റി ഡിഷസ് കഴിക്കാൻ പറ്റിയ സ്ഥലം സോൾട്ട് അല്ലാതെ വേറെ ഇല്ല. ഈ ക്രിസ്മസ് ന്യൂ ഇയർ സോൾട്ടിനോടൊപ്പം ആഘോഷിക്കൂ. സോൾട്ട് റെസ്റ്റോറന്റ്, തോപ്പുംപുടിയൻ, പനമ്പള്ളി നഗർ.